ഹായ് ഗൈസ്, അപ്പോൾ ഇന്നൊരു രാവിലെ 9 മണിയായപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയാണ് ലോട്ടസ് ടെമ്പിൾ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഫസ്റ്റ് എന്നാൽ ലോട്ടസ് ടെമ്പിൾ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ പുറത്തെല്ലാം നോക്കിയപ്പോൾ ഒരു ടെമ്പിൾ ആയതുകൊണ്ടാണ് തോന്നുന്നത് ഫുള്ള് ടെമ്പിളിലേക്ക് ആവശ്യമുള്ള പൂജ ഐറ്റംസൊക്കെയാണ് ഈ ഷോപ്പിംഗ് ഏരിയയിൽ അധികം ഉള്ളത്. ഇവിടെ ഷോപ്പിംഗ് ഏരിയ എന്ന് പറയാൻ ഭയങ്കര കുറവാണ്, അധികമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി കയറി. ചായയും പാനിപ്പൂരിയും കഴിച്ചു. നല്ല വെയിലാണ്. ലിയോക്ക് ഞങ്ങൾ ക്യാപ്പെല്ലാം ഇട്ടിട്ടുണ്ട്. സാധാരണ അവൻ ക്യാപ്പെല്ലാം വലിച്ചെറിയും, പക്ഷെ അന്ന് എന്തോ വെയിൽ കൊണ്ടാണ് തോന്നുന്നു അവൻ ക്യാപ്പ് അങ്ങനെ എറിയുന്നൊന്നുമില്ലായിരുന്നു. അവൻ അതൊരു കംഫർട്ടായി തോന്നി ക്യാപ്പ് വെക്കുന്നത്, കാരണം നമുക്ക് പുറത്തേക്ക് നോക്കാനേ പറ്റത്തില്ല, അത്രയ്ക്ക് വെയിലായിരുന്നു. അപ്പോൾ പുറമേയുള്ള ലോട്ടസ് ടെമ്പിളിൻ്റെ ഒരു വ്യൂ ഇതാണ്. നല്ല ആളുകളുണ്ടായിരുന്നു, കുറേ മലയാളീസ് ഉണ്ട്. ഇപ്പോൾ കുറേ പാക്കേജൊക്കെ ഉണ്ടായതുകൊണ്ട് മലയാളീസ് എല്ലായിടത്തും ഉണ്ട് ഡൽഹിയിൽ. പിന്നെ ഈ ലോട്ടസ് ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ക്യാമറ അലൗഡ് അല്ല. പിന്നെ കുട്ടികളൊക്കെ ആയി പോകുന്നവർ അധികം അതിൻ്റെ ഉള്ളിൽ കയറുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കും, കാരണം അതിൻ്റെ ഉള്ളിൽ ഭയങ്കര പീസ്ഫുള്ളായിട്ട് എല്ലാവരും ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഇരിക്കണം. പക്ഷേ ഇവനെല്ലാം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എക്കോ അടിക്കുന്നത് കൊണ്ട് ഒരു സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ തന്നെ അവന് മനസ്സിലായി ഇത് ഭയങ്കരമായിട്ട് സൗണ്ട് വരുമെന്ന്. അപ്പോൾ ഇവൻ കണ്ടിന്യൂസ് ആയിട്ട് ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ അത് എല്ലാവർക്കും ഡിസ്റ്റർബായി. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടിയല്ലേ. അങ്ങനെ ജസ്റ്റ് ഞങ്ങൾ അവിടുന്ന് അതെല്ലാം കഴിഞ്ഞു ഇറങ്ങി. സെക്കൻഡ് ഞങ്ങൾ പോയത് ഹുമയൂൺ ടോംബിലേക്കാണ്. അവിടെ ഒരു 3 ടിക്കറ്റാണ് നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഈ മ്യൂസിയം ആണ്, എൻ്റെ സെക്കൻഡ് വൺ ഈ ടോംബ്, ആൻഡ് തേർഡ് വൺ ഈസ് എ ഗാർഡൻ. ഞങ്ങൾ ഗാർഡനിൽ പോയിട്ടില്ല, കാരണം നല്ല വെയിലായിരുന്നു. ഈ ഒരു മ്യൂസിയം എനിക്ക് തോന്നുന്നു അവർ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ്, കാരണം ഉള്ളിൽ ഫുൾ AC ആയിട്ട് നല്ല കൺസ്ട്രക്ഷനും നല്ല എല്ലാ ഡീറ്റെയിൽഡായിട്ട് എല്ലാ കാര്യവും അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അവിടെയെല്ലാം ലിയോ നല്ല ഫ്രീ ആയിട്ടാണ് നടന്നത്. പിന്നെ അവനും നല്ല ആശ്വാസം ഉണ്ടായിരുന്നു കുറച്ച് AC എല്ലാം കിട്ടുമ്പോൾ. പിന്നെ ഞങ്ങൾ അതിൻ്റെ പുറത്തിറങ്ങി. ആ ഒരു ഡ്രെയിനേജാണ് കാണുന്നത്, അതിലൂടെ വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ അവന് ചെറിയൊരു പേടി, അപ്പോൾ അവനെ കൈ പിടിക്കാൻ വേണ്ടി അവൻ പറഞ്ഞതാണ്. അങ്ങനെ നെക്സ്റ്റ് ഞങ്ങൾ ഈ ടോംബിലേക്ക് പോയി. പക്ഷേ എന്ത് ഭംഗിയാണ് കാണും, ഒരു ടോംബ് പോലെ അവൾ എന്ത് ഭംഗിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ ഡീറ്റെയിൽസും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പിന്നെ ഫുള്ള് വായിക്കാനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഏത് സൈഡിൽ നിന്ന് ഫോട്ടോ എടുത്താലും ഭയങ്കര ഭംഗിയാണ്. ഈ ഡൽഹി എന്ന് പറഞ്ഞ ഒരു അതിശയം തന്നെയാണ്. ലിയോനെ എന്താ അവിടെ കയറ്റിയിരുത്തിയെന്ന് വെച്ചാൽ നിലത്ത് മണ്ണാണ്. അവൻ മണ്ണ് കിടന്ന് കളിക്കുക. മണ്ണ് കണ്ടവൻ എൻ്റെ മോന് വേറെ ഒന്നും വേണ്ട. അങ്ങനെ ഞങ്ങൾ കറങ്ങിയെല്ലാം കഴിഞ്ഞ് റൂമിലെത്തി. ഞങ്ങളൊരു ഡബിൾ റൂമാണ് എടുത്തത്. ഡബിൾ റൂം എന്ന് പറഞ്ഞാൽ സിംഗിൾ റൂമാണ്, ജസ്റ്റ് ഒരു ഡിവിഷൻ പോലെ 2 റൂമായി തോന്നും. അത് കഴിഞ്ഞ് നൈറ്റ് ഞങ്ങൾ ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടി പോയി. പക്ഷേ ക്യാമറയിൽ വലിയ ക്ലിയർ ആയിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫിനിഷ് ചെയ്തു. ഇതായിരുന്നു ഞങ്ങളുടെ ഡേ 1.